എത്ര രക്തത്താ ജയം പറഞ്ഞാലും ഒരു ദിവസം ഒന്ന് പോകണം. ഇനിയെങ്കിലും ശവടത്തിന് പോകുമ്പോൾ ഓർക്കണേ, ഇന്ന് നമ്മൾ വന്നു പോയതാ. റെക്കോർഡിങ് ഇങ്ങനെ കിടക്കുന്നു, ആളുകൾ ഇങ്ങനെ ക്യൂ നിന്ന് വരുന്നു പോന്നു കണ്ടിട്ട് പോന്നു. നല്ല മിടുക്കോടെ ഒരു ദേവദാസത്തെ കണ്ടുകൊണ്ട് പറയാണ്, നാളത്തെ ശവം ഇന്നത്തെ ശവത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. നിങ്ങളുടെ അനേക കല്ലറകളുണ്ട്. അതിലൊരു കല്ലറ അവിടെ നിന്ന് ഞാൻ പോയി നിന്നിട്ടുണ്ട്. ആ കല്ലറയിലേക്ക് എഴുതി വെച്ചിരിക്കുന്നു, 50 വർഷം മുമ്പ് ഞാൻ നിങ്ങളെ പോലെയായിരുന്നു. 50 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പോലെയാവും. ഇനിയെങ്കിലും ശവോടക്കിന് സെമിത്തേരി പോകുമ്പോൾ ഓർക്കണേ, ഒരു 20 വർഷം മുമ്പ്, ഒരു 10 വർഷം മുമ്പ്, ഒരു 15 വർഷം മുമ്പ് ആ കാണുന്ന കല്ലറയിൽ കിടക്കുന്നവർ നിന്നെ പോലെയായിരുന്നു. ഒരു 10 വർഷം കഴിഞ്ഞാൽ, ഒരു 5 വർഷം കഴിഞ്ഞാൽ, അല്ല 2 വർഷം കഴിഞ്ഞാൽ, 2 ആഴ്ച കഴിഞ്ഞാൽ അങ്ങനെ ആകില്ലെന്നാലും നീ റെഡിയായിരിക്കണം. എത്ര വാർന്ന് കലവയത്തെ എന്റെ കർത്താവാണ് കാത്തു നിന്ന് കൊണ്ടുപോകാൻ വരുന്നില്ല. കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ യേശു വരാൻ പോകുകയാ. അവനാരെയും ഒരുക്കി കൊണ്ടുപോകാൻ വരുന്നില്ല, ഒരുക്കി നിൽക്കുന്നവരെ ചേർക്കാൻ അവൻ വരും. നമുക്ക് പാടുന്ന പാടാം. പ്രത്യാശ ഉണ്ടെങ്കിൽ കയ്യെടുത്തത് പാടിക്കോ. ഇവരെന്തായാലും പാടിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ? അവനിടാൻ വിട്ടു. പ്രത്യാശയോടെ നിന്നെ പാടണം. എല്ലാവരും കയ്യൊക്കെ ഒന്ന് അടിച്ച് നമുക്ക് ഈ പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാം. അവനിടാൻ വിട്ടു പാട്ട് പാടി
നിത്യജീവൻ വരൂ, ഉയർന്ന ജീവന നിത്യജീവൻ വരൂ, കർത്താവിനോട് കൂടെയുള്ള നിത്യാവസാനമേ, കർത്താവിനോട് കൂടെയുള്ള നിത്യാവസാനമേ. നാമും നമ്മുടെ പ്രിയ പിതാക്കന്മാരും കാത്തിരുന്നൊരു നാടുണ്ട്, നോക്കി പാർത്തൊരു വീടുണ്ട്, ചെന്ന് വാക്കാൻ കൊതിച്ചൊരു നാടുണ്ട്. ആ വീടിനോട് നാം അടുത്തുകൊണ്ടിരിക്കുന്നു, ആ നാടിനോട് നാം അടുത്തുകൊണ്ടിരിക്കുന്നു. പ്രത്യാശയുണ്ടെങ്കിൽ വാ തുറന്ന ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. വീടോട് അടുക്കും തോറും സന്തോഷം കൂടണം. ഈ നാട്ടിൽ കാലുകുത്തുന്ന ദിവസം മുതൽ ഞങ്ങളെ സ്വീകരിപ്പാനും സൂക്ഷിക്കാനും ഒക്കെ ഇവിടെ ആളുണ്ടെങ്കിലും ഇവിടെ വന്നിറങ്ങുന്ന നിമിഷം മുതൽ ഞങ്ങളുടെ ചിന്ത എന്ന് നാട്ടിൽ ചെല്ലാമെന്ന പോരാ. സ്വാതന്ത്ര്യ ശക്തി പോരാ. വീടോടടുത്തിട്ടും വീട്ടിലെത്തുന്നതിന്റെ സന്തോഷം നിനക്കില്ലെങ്കിൽ അതിന് കാരണങ്ങൾ. ഒന്ന്, വീട്ടിൽ ചെന്നിട്ടും വലിയ കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ചില അച്ചായന്മാര് ജംഗ്ഷന്, നാട്ടിലെ കാര്യമാ, ചുമ്മാ സൊറ പറഞ്ഞുകൊണ്ടിരിക്കും. തടയടച്ചാലും വീട്ടിൽ പോകത്തില്ല. കാരണം അവിടെ ചെന്നിട്ടും അതിനേക്കാൾ നല്ലത് വിടാം. ഞാൻ ദൈവങ്ങളോട് പറയാം, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ ഭാര്യ, നിന്റെ പ്രിയപ്പെട്ടവൻ എവിടെ പോയാലും ഓടിയെത്തുവാൻ കൊതിക്കുന്നിടമായി നിന്റെ വീട് തീരണം. ഒരാ ശക്തിയോട് ദൈവത്തെ ശ്രദ്ധിച്ചോട്ടെ. ഒരു ദൈവദാസം പ്രസംഗിക്കാൻ പോകുമായിരുന്നു. അപ്പച്ചൻ, പണ്ടത്തെ അപ്പച്ചൻ പോകുന്ന നിമിഷം മുതൽ പിള്ളേർ പ്രാർത്ഥിക്കുക, എന്റെ അപ്പച്ചനെ എപ്പോഴും പെട്ടെന്ന് കൊണ്ടുവരണേ, അപ്പച്ചൻ വേഗത്തിൽ വരണേ, അപ്പച്ചൻ വേഗത്തിൽ വരണേ. എന്താ കാര്യം അറിയാമോ? അപ്പച്ചൻ വരുമ്പോൾ സുഖിയനും ഉഴുന്നുവടയും ബോണ്ടായും ഒക്കെ കൊണ്ടുവരും. പക്ഷെ തല്ലുകൂടുന്ന പിള്ളേരുണ്ട്, തല്ലുകൂടുന്ന പിള്ളേരുടെ മമ്മി പറയും, അമ്മച്ചി പറയും, അപ്പച്ചനിഞ്ഞു വരട്ടെ, ചുട്ടയാടി ഉള്ളിക്കും. അടികൂടുന്ന പിള്ളേര് അപ്പച്ചന്റെ വരവെടുക്കുമ്പം പ്രാർത്ഥിക്കും, കർത്താവേ അപ്പച്ചൻ ഇപ്പോഴെങ്ങും വരല്ലേ. കാരണം അപ്പച്ചൻ ഇപ്പം വന്നാൽ തല്ലുകൂടും. നിനക്ക് വീടോടടുത്തിട്ടും വീട്ടിലെത്തുവാനുള്ള കൊതിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ മനോഹര വീടിനെ കുറിച്ച് അറിയേണ്ടതുപോലെ നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എത്രവർക്ക് സ്വാതന്ത്ര്യം പറയാൻ കഴിയുന്നു? ഉണ്ടാകട്ടെ അവൻ കൽപ്പിച്ചപ്പോൾ ഉണ്ടായ ഈ പ്രപഞ്ചം ഇത്ര മനോഹരമാണെങ്കിൽ കഴിഞ്ഞ 2000 വർഷമായി ഈ പ്രപഞ്ചത്തിന്റെ മഹാശില്പിയായവൻ തന്റെ സഭയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ആ മനോഹര സൗധം എത്രയോ മനോജ്ജമായിരിക്കോ. രണ്ട് കാര്യങ്ങളെപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം. ഒന്ന്, നമ്മുടെ ജീവിതാവസാനം. നിങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ ഇത് കേട്ടേ മതിയാവും. ഏത് നിമിഷവും നിങ്ങളും ഞാനും ഈ ലോകത്തോട് യാത്ര പറയേണ്ടവരാണ്. രണ്ട്, നമ്മുടെ കർത്താവിന്റെ വരവ്. ഈ കൂടാരമാകുന്ന ഭവനം വിട്ടഴിഞ്ഞാലും കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ടെന്ന്